أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട സംഭവമാണ് നമ്മൾ വിശദീകരിച്ചത്. 57-ാമത്തെ ആയത്താണ് നമ്മൾ അവസാനം പറഞ്ഞത്. സൂറത്തുൽ ഇസ്രായിലെ സൂറത്തുൽ അംബിയായിലെ 57-ാമത്തെ ആയത്ത്. അതിൽ പറയുന്ന വിഷയം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ സമൂഹം ആരാധിച്ചിരുന്ന വിഗ്രഹങ്ങളെ അവരുടെ ഒരു ഉത്സവ ദിവസത്തിൽ അതിൻ്റെ ആലയത്തിൽ കയറി തകർക്കുന്നതിൻ്റെ ചരിത്രമാണ് പറയുന്നത്. അതിനുശേഷം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ചെയ്തിട്ടുള്ള ചില പ്രവർത്തനങ്ങളാണ് ശേഷം വിശദീകരിക്കുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. فجعلهم جذاذا إلا كبيرا لهم لعلهم إليه يرجعون. فجعلهم جذاذا إلا كبيرا لهم لعلهم إليه يرجعون. فجعلهم جذاذا إلا كبيرا لهم لعلهم إليه يرجعون. قالوا من فعل هذا بآلهتنا إنه لمن الظالمين. قالوا من فعل هذا بآلهتنا إنه لمن الظالمين. قالوا سمعنا فتى يذكرهم يقال له إبراهيم. قالوا سمعنا فتى يذكرهم يقال له إبراهيم. قالوا فأتوا به على أعين الناس لعلهم يشهدون. قالوا فأتوا به على أعين الناس لعلهم يشهدون. അത് ഓതുമ്പോൾ ശ്രദ്ധിക്കാനുള്ള കാര്യം فجعلهم جذاذا إلا كبيرا. فجعلهم جذاذ. അവിടെ ജുദാദ് എന്നല്ല, ജുദാദൻ തൻവീൻ വെളിവാക്കണം. ജുദാദൻ ഇല്ല എന്നല്ല, അവിടെ തൻവീന് ശേഷം ഹംസയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ജുദാദൻ ഇല്ലാ കബീറൻ ലഹും. അവിടെ ഇല്ലാ കബീറൻ എന്നുള്ള തൻവീൻ ഉണ്ട്. ആ തൻവീനിനെ ലാമിലേക്ക് ഇദ്ഗാം ചെയ്യാം, പക്ഷെ ഗുന്ന പാടില്ല. കബീറൻ ലഹും, കബീറൻ ലഹും. അവിടെ തൻവീൻ ഇദ്ഗാം ചെയ്തിട്ട് ഗുന്നത്ത് ഉണ്ടാകാൻ പാടില്ല, അഥവാ മണിക്കൽ ഉണ്ടാകാൻ പാടില്ല. അപ്പൊ കബീറൻ ലഹും ലഅല്ലഹും ഇലൈഹി യർജിഊൻ. യർജിഊൻ എന്നുള്ളത് കുറച്ച് നീട്ടിയിട്ടാണ് അതുണ്ട്, അവിടെ വഖഫിന്റെ മദ്ദായതുകൊണ്ട്. പിന്നെ ഖാലൂ മൻ
ഫഅല. ഖാലു മൻ ഫഅല എന്നല്ല, മൻ ഫഅല ഹാദാ ബിആലിഹതിനാ ബിആലിഹതിനാ ഇന്നഹു. ആലിഹതിനാ എന്നുള്ള അവിടെ കുറച്ച് നീട്ടണം, മദ്ദുണ്ട്. പിന്നെ ഇന്നഹു ലമിനദ്ദാലിമീൻ. ഇന്നഹു എന്നുള്ള അവിടെ എന്തെങ്കിലും മണിക്കണം. ഇന്നഹു ലമിനദ്ദാലിമീൻ. വായ നിറച്ച് ലമിനദ്ദാലിമീൻ. പിന്നെ ഖാലു സമിഅനാ ഫതൻ യദ്കുറുഹും യുഖാലു ലഹു. ലഹു എന്നുള്ള കുറച്ച് നിട്ടുണ്ട്. ലഹു ഇബ്രാഹിം. ഇബ്രാഹിം ഇബ്രാഹിം അല്ല, ബാക്ക് സുക്കൂനാണ്. നമ്മൾ സാധാരണ നമ്മൾ പറഞ്ഞു മലയാളത്തിൽ ഇബ്രാഹിം ആയിരുന്നു. ഇബ്രാഹിം അല്ല, ഇബ്രാഹിം. ഇബ്രാഹിം ബാക്ക് സുക്കൂൻ തന്നെ. സുഹഫി ഇബ്രാഹിം വ മൂസ. ഇബ്രാഹിം അല്ല, ബാ സുക്കൂനാണ്, ഹുറൂഫുൽ ഖൽഖല. അപ്പൊ ഇബ്രാഹിം എന്ന് തന്നെ പറയണം. അപ്പൊ യുഖാലു ലഹു ഇബ്രാഹിം. പിന്നെ ഖാലു ഫഅ്തു ബിഹി. ഫഅ്തു ബിഹി. ഫഅ്തു ഫഅ്തു ബിഹി അവിടെ അധികം നിട്ടണ്ടല്ല. ബിഹി അലാ അഅ്യുനിന്നാസി. അലാ അഅ്യുനിന്നാസ്. അലാ എന്നുള്ളവിടെ നിട്ടണം. അഅ്യുനിന്നാസ്. ഹംസ് ഐൻ. അഅ്യുനിന്നാസ്. ഒന്ന് ഹംസയാണ്, ഒന്ന് ഐനാണ്. രണ്ടും വെളിവാക്കിയിട്ട് വരണം. അഅ്യുനിന്നാസി ലഅല്ലഹും യശ്ഹദൂൻ. ഇതാണ് പിന്നെ ഓതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇനി ഇതിൽ പറയുന്ന സംഗതി എന്താണെന്ന് വെച്ചാൽ, നമുക്കറിയാം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, വതല്ലാഹി ലഅകീദന്ന അസ്നാമക്കും ബഅദ അൻ തുവല്ലു മുദ്ബിരീൻ. നിങ്ങൾ നിങ്ങളുടെ ആഘോഷ ദിവസത്തിലേക്ക് പോകുമ്പോൾ ഞാൻ എന്തായാലും ഇതിനെതിരെ ഒരു കുതന്ത്രം പയറ്റുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ ആ കുതന്ത്രം പയറ്റിയതിനെ സംബന്ധിച്ചാണ് പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഫജഅലഹും. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരെ ആക്കി. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ, ഇപ്പൊ നമുക്കറിയാം വിഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ആഖിലല്ലല്ലോ, ബുദ്ധിയില്ല, ജീവനില്ലാത്ത വസ്തുക്കളാണ്. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഫജഅലഹ എന്നല്ല പറഞ്ഞ്, അതിനെ ആക്കി എന്നല്ല. ഫജഅലഹ എന്നല്ല, ഫജഅലഹും. കാരണം എന്താ വെച്ചാല് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കുറച്ച് മുമ്പ് സംസാരിക്കുന്നുണ്ടല്ലോ. വേറെ വരുന്നുണ്ട്, മാലക്കും ലാ തൻതിഖൂ എന്നൊക്കെ ചോദിക്കുന്നുണ്ടല്ലോ. നിങ്ങളെന്താണ് മിണ്ടാത്തത്, നിങ്ങളെന്താ സംസാരിക്കാത്തത്, അലാത്ത കുലു നിങ്ങളെന്താ തിന്നാത്തത് എന്നൊക്കെ ചോദിക്കണ്ടല്ലോ. അപ്പൊ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ചോദിക്കണം എന്താ വെച്ചാല്, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അറിയാം അത് മിണ്ടൂല, തിന്നൂല, മിണ്ടൂല എന്നൊക്കെ. പക്ഷെ ഫജഅലഹും ഇതൊരു സാഹിത്യമായിട്ടുള്ള, അതായത് ആഖിലല്ലാത്ത, ബുദ്ധിയില്ലാത്ത ഒരാളെ ഒരു വസ്തുവിനെ ബുദ്ധിയുള്ളതിന്റെ സ്ഥാനത്തേക്ക് ഇറക്കിയിട്ട് സംസാരിക്കുക. അത് ഖുറാനിലൊക്കെ വേറെ പരാമർശങ്ങൾ കാണാം. ഇപ്പൊ സൂറത്ത് കഹ്ഫില് ആ മദിലിനെ പറ്റി പറഞ്ഞെടുത്ത് കാണാം, യുരീദു അൻ യൻഖദ എന്നതാണ്. ആ മൂസാ നബി ഖദർ നബി കൂടി പോകണ്ടല്ലോ, ഒരു മദിൽ നന്നാക്കി കൊടുക്കണ്ടല്ലോ. അപ്പൊ ആ മദിൽ നന്നാക്കി കൊടുക്കുന്നതിനെ പറ്റി, ആ മദിൽ വീഴാൻ പോകുന്നതിനെ പറ്റി അല്ല പറഞ്ഞു വെച്ചാൽ യുരീദു അൻ യൻഖദ, ആ മദിൽ വീഴാൻ അത് ഉദ്ദേശിക്കുന്നു. അപ്പൊ യുരീദ് എന്ന് പറഞ്ഞ ബുദ്ധിയുള്ളവരെ പറ്റിയാ പറയാം. അപ്പൊ ഇവിടെ ഫജഅലഹും എന്ന് പറഞ്ഞാൽ അവരെ ആക്കി, അവരെ ഉദ്ദേശിക്കണം തന്നെയാണ്, മനുഷ്യന്മാരല്ല, ഈ വിഗ്രഹങ്ങള് എന്താക്കി മറ്റേ ജുദാദൻ, നമ്മൾ തവിട്ട് പൊടിയാക്കിയായിരുന്നു, എല്ലാത്തിനും എന്ത് ചെയ്ത് തകർത്ത് തരിപ്പണമാക്കി. ആര്? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. അതിന്റെ ശറഹില് അതിന്റെ തഫ്സീറില് പണ്ഡിതന്മാര് പറഞ്ഞെന്താ വെച്ചാല്, അത് ഏകദേശം 72ഓളം വിഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. അത് എത്ര? 72ഓളം വിഗ്രഹങ്ങൾ. അതിൽ ബഅ്ദുഹാ മിൻ ദഹബിൻ വബഅ്ദുഹാ മിൻ ഫിദ്ദത്തിൻ, ചിലത് സ്വർണം കൊണ്ടുള്ള വിഗ്രഹങ്ങളുണ്ട്, ചിലത് വെള്ളി കൊണ്ടുണ്ട്,
ചിലത് ഇരുമ്പ് കൊണ്ടുണ്ട്, വേറെ ചിലത് ഈയം കൊണ്ടുണ്ട്, അതുപോലെ തന്നെ മരം കൊണ്ടുണ്ട്, കല്ലുകൊണ്ടുണ്ട്. ഇങ്ങനെ വ്യത്യസ്തമായ തരത്തിലുണ്ട്. വക്കാന സനമുൽ കബീർ മിന ദഹബി മുക്കല്ലലൻ ബിൽ ജവാഹിരി ഫി ഐനയും യാക്കൂത്താൻ തംഫിദ. ഈ വലിയ മൂപ്പനുണ്ട്, വല്യൂപ്പൻ. ഈ വലിയ മൂപ്പന് ആരായിരുന്നു വെച്ചാൽ സ്വർണം കൊണ്ടുള്ള ഇതായിരുന്നു. അപ്പൊ ആ സ്വർണം കൊണ്ടുള്ളതിൽ എന്തുണ്ട്, പിന്നെ ഈ ജൗഹറുകളൊക്കെ അഥവാ മുത്തും രത്നങ്ങളൊക്കെ പതിച്ച നല്ലൊരു പിന്നെ വിഗ്രഹമായിരുന്നു ഇത്. നല്ല വിഗ്രഹം എന്ന് പറഞ്ഞാൽ ആ വിഗ്രഹം നല്ലത് പിന്നെ എന്താ പറയാ, ഒരു വലുപ്പം കൊണ്ടുള്ള അവരലങ്കരിച്ച ഒരു വിഗ്രഹമായിരുന്നു. ഏത്? ബൽദ്. അപ്പൊ ഇല്ലാ കബീറല്ലഹും, അവരിൽ വലിയവനല്ലാത്ത എല്ലാവരെയും ഇബ്രാഹിം നബി എന്ത് ചെയ്തു? ശരിയാക്കി. അത് വലിയവനെ മാത്രം അവിടെ നിർത്തി. അത് വലിയവനെ നിർത്തി എന്തിനു വെച്ചാല് ഇപ്പൊ വിശുദ്ധ ഖുർആൻ തന്നെ പിന്നെ വേറെ സ്ഥലത്ത് കാണാം, അല്ലാഹു ബിൽ യമീൻ, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വലത് കൈകൊണ്ട് എല്ലാത്തിനും പിന്നെ തച്ചുടച്ചു. വലിയവനെ അവിടെ നിർത്തി. ഈ വലിയവനെ നിർത്തിയെന്ന് വെച്ചാൽ അതിന് കാരണം പറഞ്ഞില്ല, അല്ലഹും ഇലൈഹി യർജിഊൻ, അവർ ഒരു പക്ഷെ അയാളിലേക്ക് അല്ലെങ്കിൽ അദ്ദേഹത്തിലേക്ക് മടങ്ങി വന്നേക്കാം. ഇത് രണ്ട് രീതിയിലാണ് മുഫസ്സിരിങ്ങൾ വ്യാഖ്യാനം പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു വിഗ്രഹത്തെ മാത്രം ഒന്നും ചെയ്തില്ല, ബാക്കിയുള്ളത് എന്ത് ചെയ്തു? തകർത്തു. അപ്പൊ എന്തിനാണ് ഒരാൾ ഒഴിവാക്കിയത്? അപ്പോ അതാണ് ലഅല്ലഹും, ഒരു പക്ഷെ അവർ ഇലൈഹി യർജിഊൻ, അവനിലേക്ക് മടങ്ങി വന്നേക്കാം. അപ്പൊ ഈ ഇലൈഹി എന്നുള്ള രണ്ട് വ്യാഖ്യാനം ഉണ്ട്. ഒന്നെന്താ വെച്ചാല് ഈ വിഗ്രഹങ്ങൾ ഇവിടെ തകർത്ത് തരിപ്പണമായി കിടക്കുന്ന കണ്ടിട്ട് ഈ വല്യൂപ്പൻ എന്ത് ചെയ്തില്ല? ഒന്നും ചെയ്യണില്ലല്ലോ. മൂപ്പര കൗത്തിലാണെങ്കിൽ എന്തുണ്ട്? ഈ കോടാലി ഇബ്രാഹിം നബി തൂക്കിയിട്ടുണ്ട്. മൂപ്പര് ഇങ്ങനെ തോടാലി തൂക്കി ഇങ്ങനെ കണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത് കാണുമ്പോ ഞമ്മക്ക് വല്ല ഷെറും വരുന്നതിനെ തടുക്കാനാണല്ലോ ഇപ്പൊ ഇതിന്റെ മുന്നിലേക്ക് പോണേ ആണല്ലോ. അപ്പൊ ഇതിന് സ്വന്തം തന്നെ ഒരു ഷെറ് വരുന്നത് കണ്ടിട്ടും തടുക്കാൻ കഴിയാതെ ഒരു പക്ഷേ ഈ ദീനിൽ നിന്ന് അവർ മടങ്ങി ഇബ്രാഹിം നബിയുടെ ദീനിലേക്ക് എന്ത് ചെയ്യാം? മടങ്ങി വന്നേക്കാം. അതാണ് ഒരു വ്യാഖ്യാനം. അതായത് ഈ വലിയ ഇയാളിങ്ങനെ നോക്കിക്കാണ്, ബാക്കിയുള്ളവരൊക്കെ ഇങ്ങനെ തവിടുപൊടിയെ കിടക്കുന്നുണ്ട്. അപ്പൊ ഇത് കാണുമ്പോൾ പഠിച്ചോനെ ഞമ്മക്ക് എന്തെങ്കിലും മുസീബത്ത് വരുമ്പോഴാണ് നമുക്ക് ഓടിയുള്ള സ്ഥലമാണല്ലോ പത്ത്. അപ്പൊ ഏതുപോലെ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ജാഹിലിയ കാലഘട്ടത്തിൽ ഒരു സഹാബി, അദ്ദേഹത്തിന്റെ കൂട്ടുകാരൻ മുസ്ലിമായില്ല, അദ്ദേഹം മുശ്രിക്കായിരുന്നു. അങ്ങനെ ആ സഹാബി എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഓനൊരു വീട്ടിലൊരു വിഗ്രഹം ഉണ്ട്, അതിനെ പൂജിച്ചിങ്ങനെ ജീവിക്കുകയാണ്. അപ്പോൾ ഒരു ദിവസം എന്ത് ചെയ്തു വെച്ചാൽ ഇതെടുത്ത് കണ്ട് പൊട്ടക്കണ്ടി കൊണ്ടിട്ട് അവനെ കാണാതായി, വിഗ്രഹം കാണാതായി. അപ്പൊ പിന്നെ അന്വേഷിച്ച് നോക്കുമ്പോൾ കിണറ്റിൽ കിടക്കുന്നുണ്ട്. അപ്പൊ ഇയാൾ കാണുന്ന സീൻ എന്താ വെച്ചാൽ ആ കിണറ്റിലുള്ള വിഗ്രഹത്തിന്റെ മുകളിൽ എന്തിൻ്റെ നായ മൂത്രയ്ക്കണ രംഗാണ് കണ്ടത്. പൊട്ടക്കിണറ്റിൽ കിടക്കാണ്, ആ കിണറ്റിൽ കിടക്കണതിന്റെ മുകൾക്കും എന്ത് ചെയ്യുന്നുണ്ട്? നായ സാറായിട്ട് മൂത്രയ്ക്കുന്നുണ്ട്. അപ്പൊ അത് കണ്ടപ്പോൾ നമ്മൾ ചിന്തിച്ച്, സ്വന്തം തലയിൽ കൂടെ വരുന്ന മൂത്രം വരെ തടുക്കാൻ കഴിയാത്ത ആൾക്കാരാണ് ഇപ്പൊ നമ്മളെന്തെങ്കിലും പ്രയാസം ഉണ്ടാകുമ്പോൾ അത് ചിന്തിക്കാൻ വേണ്ടി ഇബ്രാഹിം നബി ചെയ്തതാണ്. അപ്പൊ ഇവിടെയും ഈ ലഅല്ലഹും ഇലൈഹി യർജിഊൻ എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ ഇത് കണ്ടിട്ട് ഇബ്രാഹിം നബിയുടെ മതത്തിലേക്ക്, ഇലൈഹി എന്ന് പറയുമ്പോൾ ഇബ്രാഹിം നബി അവിടെ, ആ ഇബ്രാഹിം നബിയുടെ മതത്തിലേക്ക് അവരെന്ത് ചെയ്യും? തിരിച്ചു വന്നേക്കാം. എന്നാൽ ഇബ്രാഹിം നബിന്റെ ആദർശത്തിലേക്ക് അവർ തിരിച്ചു വന്നേക്കാം. ഇതാണ് ഒരു വ്യാഖ്യാനം. രണ്ടാമത് വെച്ചാല് ഇതൊക്കെ കാണുമ്പോൾ ഇനിയിപ്പോ ആരാ ബാക്കിയുള്ളത്? വലിയ വിഗ്രഹം. അപ്പൊ ഇനി ഒരു പക്ഷേ അവർ വലിയ വിഗ്രഹത്തിലേക്ക് മടങ്ങിയിട്ട് അല്ല ചങ്ങായി ഇത് കണ്ടില്ലേ എന്നൊക്കെ ഒരു മനസ്സുകൊണ്ട് എന്തെങ്കിലും എന്ത് ചെയ്യാം? ചോദിച്ചേക്കാം. അപ്പോഴും അവർ ഈ മതം ഉപേക്ഷിച്ചുകൊണ്ട് പോരുന്ന അവസ്ഥ ഉണ്ടാകും. അപ്പൊ ഇബ്രാഹിം നബിയുടെ മതത്തിലേക്ക് മടങ്ങി വന്നേക്കാം. അതല്ലെങ്കിൽ ആ ഒരു വലിയ വിഗ്രഹത്തോട് ചോദിക്കുന്ന അവസ്ഥ ഉണ്ടായേക്കാം. രണ്ടായാലും മാനം ഒന്ന് തന്നെയാണ്. എന്ന് പറഞ്ഞാൽ ഈ വിഗ്രഹ ആരാധനയുടെ ഒരു പൊള്ളത്തരം മനസ്സിലാക്കിക്കൊണ്ട് അവർ ഈ ദീനിലേക്ക് തിരിച്ചു വന്നേക്കാം. ഇതാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ചെയ്ത പണി.
അപ്പം അതുകൊണ്ട് തന്നെ ഒരു ഹിക്മത്ത് ഇബ്രാഹിം ഇവിടെ ബാക്കി വെച്ചു. അവൻ്റെ അർത്ഥം വെച്ചാൽ ആദരിക്കപ്പെട്ടവനെന്നല്ല, നേരെ മറിച്ച് ഒരു വല്യൂപ്പുണ്ടല്ലോ, ആ വല്യൂപ്പന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അതിനാണ് ഒഴിവാക്കി വെച്ചിട്ടുള്ളത്. കാരണം എന്താ വെച്ചാൽ വലിയ ആളാണ് ഈ ആളുകളൊക്കെ നോക്കി സംരക്ഷിച്ച് നിർത്തണ്ടേ. വലിയ പഠിച്ചോനെ, കുട്ടി പഠിച്ചോന്മാരെ വലിയ പഠിച്ചോനാണ് എന്തിൻ്റെ സംരക്ഷിക്കണ്ടേ. അങ്ങനെയാണല്ലോ ഒരു സ്ഥാപനത്തിൽ എന്തെങ്കിലും ഉണ്ടായ സ്ഥാപനത്തിന്റെ പ്രിൻസിപ്പൾക്കാണല്ലോ ഉത്തരവാദിത്വം. പരമൂപ്പരാണല്ലോ നോക്കേണ്ടതാണ്. അതുപോലെ ഈ വല്യൂപ്പനാണ് നോക്കേണ്ടി ചോദിച്ചത്. അപ്പൊ ഇനി വല്യൂപ്പന്റെ അടുത്തേക്ക് വിലക്ക് പോയിട്ട് ചോദിച്ചേക്കാം എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം വിചാരിച്ചു. അപ്പോ അങ്ങനെ ഇവരെന്ത് ചെയ്തു? മടങ്ങി വന്നു. ഉത്സവമൊക്കെ കഴിഞ്ഞ് മടങ്ങി. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത് മടങ്ങി വന്നാൽ അവർ ആദ്യം എന്താ ചെയ്യുക? വീട്ടിൽ പോണതിന് മുമ്പ് എന്ത് ചെയ്യും? ഈ ആരാധനാലയത്ത് പോയിട്ട് അതിന് ഭക്ഷണമൊക്കെ കൊടുത്ത് ആ ബർക്കത്തൊക്കെ എടുത്തിട്ടാണ് എന്ത് ചെയ്യുക? വീട്ടിലേക്ക് പോവുക. അങ്ങനെ ഇവർ വന്ന് നോക്കുമ്പോ ഈ കാഴ്ചയാണ് കാണുന്നത്. സ്വാഭാവികമായിട്ടും എന്തുണ്ടാകാൻ നമുക്കറിയാം. കാരണം എന്താ വെച്ചാല് അവരുടെ വിഗ്രഹങ്ങളും ആരാധ്യന്മാരും ഒക്കെ നിലംപരിശായി കിടക്കുന്ന കാണുമ്പോൾ ഉണ്ടാകുന്നൊരു വൈകാരികത ഉണ്ടല്ലോ, ഉണ്ടാവും. അപ്പൊ ഖാലു, അവർ ചോദിച്ചു, മൻ ഫഅല ഹാദാ ബിആലിഹതിനാ. ഒരു ചോദ്യം നോക്കണം, നമ്മളെ ഇലാഹിങ്ങൾ ആരാപ്പത് കാട്ടിയത്? നിങ്ങൾ ആലോചിച്ചു. ആ ചോദ്യത്തിന്റെ ഒട്ടകം നോക്കണം. മൻ ഫഅല ബിആലിഹതിനാ. ഇതൊക്കെ നമ്മളെ ഇലാഹുകളല്ലേ. അപ്പൊ നമ്മളെ ഇലാഹിനെ ഇക്കോലത്തിൽ തച്ച് പൊളിച്ച് ഇട്ടത് ആരാണ്? ശരിക്കും എന്താ വെച്ചാൽ ഓല് ഇലാഹാണെങ്കിൽ ഇതിന് കഴിയാൻ പാടില്ലല്ലോ. തകർക്കാൻ പറ്റുന്ന തകർക്കലാണ്. ഓ ഇലാഹാണെങ്കിൽ ചെയ്യുക. അപ്പൊ ഞങ്ങളുടെ ഈ ആലിഹത്തുകളെ ഇത് ആരാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത് എന്നാണ് അവർ ചോദിക്കണം. ഇന്നഹു ലമിന ദ്വാലിമീൻ. അവൻ ഏതായാലും മഹാ അക്രമിനെയാണ് കേട്ടോ. ഇത് ചെയ്തോണ്ടല്ലോ അവൻ ആരായാലും വലിയ അക്രമികളിൽ പെട്ടവൻ തന്നെയാണ്. ലമിന ദ്വാലിമീൻ, അവൻ അക്രമികൾ പെട്ടവൻ തന്നെയാണ് എന്ന് അവര് പറഞ്ഞു. കാരണം അതല്ലാതെ അവർക്ക് പറയാൻ നിർവാഹമല്ല. മാത്രമല്ല അവരുടെ ഇലാഹുകൾ കിടക്കുന്ന കിടപ്പ് അല്ലെങ്കിൽ ആ ഇലാഹുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മനസ്സിൽ ഒരു ചെറിയൊരു മൈനസ് വന്നിട്ടുണ്ടാവും. കാരണം എന്താ വെച്ചാൽ ഇതിങ്ങനെ വീണ് കിടക്കുകയല്ലോ. അപ്പോ ഈ കാലു അറിയാം. നമ്മൾ ഇന്നാൾ പറഞ്ഞിരുന്നു, ഈ ഉത്സവത്തിന് പോകുമ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പൗതിക്ക് വെച്ച് പറഞ്ഞല്ലോ, എനിക്ക് കാല് വേദനയുണ്ട്, ഞാൻ പോകുമെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഇബ്രാഹിം നബി കുറച്ച് രഹസ്യമായിട്ട് വാക്ക് പറഞ്ഞല്ലോ. എന്തിനും ഞാൻ നിങ്ങളൊന്ന് കാണിച്ചു തരാറിഞ്ഞു. അപ്പൊ അന്ന് ഞാൻ കാണിച്ചു തരാന്ന് പറഞ്ഞ് കേട്ട ആൾക്കാരുണ്ട്. 2-3 ആൾക്കാർ കേട്ടിരുന്നില്ല നമ്മള്. ലക്കി തന്നെ അസ്നാമുക്കെന്ന് ഇബ്രാഹിം നബി പറഞ്ഞത് കേട്ട ആൾക്കാരുണ്ടല്ലോ. ഓൾക്ക് ഇപ്പോഴാണ് കത്തിയത്. അന്ന് മുപ്പര് പറഞ്ഞപ്പോ ഇതിനേനി. അപ്പൊ ഖാലു, അപ്പൊ പറഞ്ഞു, സമിഅനാ ഫതൻ, ഞങ്ങളൊരു യുവാവ് പറയുന്നതായിക്കൊണ്ട് കേട്ടിരുന്നു. ആരാന്നും പറയുക. സമിഅനാ ഫതൻ യദ്കുറുഹും, ഈ ആലിഹത്തുകളെ സംബന്ധിച്ച് മോശമായിക്കൊണ്ട് പറയുന്നതായിക്കൊണ്ട് ഞങ്ങൾ കേട്ടിരുന്നു. ഇപ്പോഴവര് പറഞ്ഞത്. കാരണം അന്ന് എന്തിനാ ഇബ്രാഹിം നബി ഇത് പറഞ്ഞെന്ന് അവർക്ക് മനസ്സിലായില്ല. അങ്ങനെ കേട്ട് കണ്ടപ്പോഴാണ് ഓർക്ക് അന്ന് ഇബ്രാഹിം നബി പറഞ്ഞ കാര്യം എന്ത് ഓർമ്മ. ഒരു ഫത്ത പറയുന്നതായിക്കൊണ്ട് ഞാൻ കേട്ടിട്ടുണ്ട്. യദ്കുറുഹും, അദ്ദേഹം നമ്മുടെ ഇലാഹുകളെ ചീത്ത പറയുന്നത് കേട്ടിട്ടുണ്ട്. യുഖാലു ലഹു ഇബ്രാഹിം, അദ്ദേഹത്തിന്റെ പേര് പറയപ്പെടുന്നത് ഇബ്രാഹിം എന്നാണ്. ഇബ്രാഹിം എന്ന് പേര് പറയപ്പെടുന്ന ഒരു വ്യക്തി നമ്മുടെ ഇലാഹുകളെ സംബന്ധിച്ചിടത്തോളം പറയുന്നതായിക്കൊണ്ട് കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഇവിടെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സംബന്ധിച്ചിടത്തോളം അവർ പറയുന്ന വാചകം എന്താ വെച്ചാൽ, ഇബ്രാഹിം നബി ആരായിരുന്നു? ഒരു യുവാവായിരുന്നു. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം യുവാവായിരുന്നു. അതിനെ സംബന്ധിച്ചിടത്തോളം തഫ്സീറിൽ കാണാം അത് എന്തുകൊണ്ടാണ് യുവാവ് എന്ന് പറഞ്ഞു. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നല്ല ഷാബാണ്. ഇതിൽ ചില തഫ്സീറിൽ കാണാം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, മാ ബഅസല്ലാഹു നബിയ്യൻ ഇല്ലാ ഷാബൻ വലാ ഊതിയൽ ഇൽമ ആലിമൻ ഇല്ലാ വഹുവ ഷാബുൻ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാം,
ഏതൊരു പ്രവാചകനെയും അള്ളാഹു നിയോഗിക്കുമ്പോൾ ആ പ്രവാചകന് ശബാബായിരിക്കും എന്ന് പറഞ്ഞാൽ യുവത്തായിരിക്കും. ഒരു വയസ്സായ നീച്ചെടുക്കാൻ കഴിയാത്ത നബിയായിട്ടുള്ള കാര്യമുണ്ടോ? കാരണം മൂപ്പരുടെ താങ്ങി പിടിച്ചാൽ വേറെ കണ്ടു വരും. അപ്പൊ ഈ ഫത്ത് എന്ന് പറഞ്ഞാൽ ഒരു യുവാവ്. അതുകൊണ്ടാണ് യുവത്വം എന്ന് പറഞ്ഞാൽ ശരിക്ക് ഒരു ദീനിന്റെ. അപ്പൊ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നത് എന്താ വെച്ചാൽ, ഒരു പ്രവാചകനും യുവത്വ കാലഘട്ടത്തിലല്ലാതെ നിയോഗിക്കപ്പെട്ടിട്ടില്ല. അതുപോലെ തന്നെ ഒരു മനുഷ്യനും അയാളുടെ വിജ്ഞാനം അല്ലാഹു സുബ്ഹാനഹു വതആല പൂർണ്ണമാക്കി കൊടുക്കുന്നത് അയാളുടെ യുവത്വ കാലഘട്ടത്തിലായിരിക്കും. ഇതാണ് അതായത് മാ ബഅസല്ലാഹു നബിയ്യൻ ഇല്ലാ ശാബത്തൻ വലാ ഊതിയൽ ഇൽമ ആലിമുൻ ഇല്ലാ വഹുവ ശാബ്. ഒരു ആലിമിനും അയാളുടെ അറിവ് നൽകപ്പെടുന്നത് അയാളുടെ യുവത്വ കാലഘട്ടത്തിലായിരിക്കും. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കണം വെച്ചാൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ യുവത്വ കാലഘട്ടമാണ് പ്രബോധനത്തിന് വേണ്ടി എന്ത് ചെയ്യണം, തെരഞ്ഞെടുക്കണം. അപ്പൊ നമ്മളെ ചെക്കന്മാർക്ക്, നമ്മളെ യുവാക്കൾക്കൊക്കെ ചിന്തിച്ചാൽ നമ്മൾക്ക് ഇപ്പം അടിച്ചു വിളിക്കുക, കുറച്ച് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, അതായത് മുട്ടുവേദനയും കാലുവേദനയും ഊരവേദനയും ഒക്കെ ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യുക, പിന്നെ പള്ളിക്കൽ ഇങ്ങനെ ചേറിട്ട് ഇങ്ങനെ അവിടെ ചെയർമാനായിട്ട് ഇങ്ങനെ ഇരിക്കുക. ഇപ്പം നമ്മൾ എന്ത് ചെയ്യുക, അടിച്ചു പൊളിച്ച് ജീവിക്കുക. ഇത് ഒരിക്കലും ഒരു ചിന്ത ഉണ്ടാകാൻ പാടില്ല. കാരണം എന്താ വെച്ചാൽ യുവാക്കളെല്ലാവരും വൃദ്ധന്മാരാകുന്ന നമുക്ക് യാതൊരു ഉറപ്പുമില്ലല്ലോ. ഏത് പ്രവാചകന്മാരുടെ കാലഘട്ടം അല്ലെങ്കിൽ അവരുടെ വയസ്സെടുത്ത് നോക്കിയാലും അവരധികം യുവാക്കളാണ്. ഇപ്പൊ അസ്ഹാബുൽ കഹ്ഫിനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞ എന്താ, അവര് ഇന്നഹും ഫിതിയത്തുൻ ആമനു ബിറബ്ബിഹിം വസിദ്നാഹും ഹുദാ. അവരൊരു പറ്റ യുവാക്കളായിരുന്നു. ഇപ്പൊ ഒരു സമൂഹത്തിന്റെ ഊർജം എന്ന് പറയുന്നത് ശരിക്കും എവിടെയാണ്, യുവത്താണല്ലോ. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, നിങ്ങൾക്ക് ആദ്യം ദഅഫ് ഉണ്ടായി, ആ ദഅഫിന് ശേഷം പിന്നീട് ഖുവ്വത്തുണ്ടായി, പിന്നെ ആ ഖുവ്വത്തിന് ശേഷം പിന്നീട് ലഅഫും വശൈബ, ലഅഫുണ്ടായി, പിന്നെ ഷൈബത്തുണ്ടായി, നരയുണ്ടായി. അത് മനുഷ്യന്റെ 3 ഘട്ടമല്ല പറയാം. ചെറുപ്പകാലഘട്ടം, ഖുവ്വത്തുള്ള ഘട്ടം, പിന്നീട് വീണ്ടും ദുർബലതയും നരയും ബാധിച്ച ഘട്ടം. ഈ യുവത്വ കാലഘട്ടമാണ് ശരിക്കും ഇസ്ലാമിന് വേണ്ടി ഏറ്റവും കൂടുതൽ നമ്മൾ ചെയ്യേണ്ടത്. അതുകൊണ്ട് റസൂലുള്ളാഹി പറഞ്ഞ അർശിന്റെ തണൽ ലഭിക്കുന്ന 7 വിഭാഗങ്ങളിൽ അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. 7 വിഭാഗങ്ങൾ. ഒരു വിഭാഗത്തിന് വിശ്വാസം ഉണ്ണിയവരാണ് ഷാബുൻ നശഅ ഫി ഇബാദത്തില്ലാ, അള്ളാഹുവിന്റെ ഇബാദത്തിൽ ജീവിച്ചൊരു യുവാവ് എന്നാണ് പറഞ്ഞത്, അല്ലാതെ വയസ്സെന്നല്ല. അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ജീവിച്ച, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ദീനും ജീവിച്ച ഒരു യുവാവ്. ആ യുവാവ് എന്ന് പറയുമ്പോൾ യുവതികളിൽ പെട്ടു എന്ന് പറഞ്ഞ യുവത്വ കാലഘട്ടത്തിലുള്ള ആണും പെണ്ണും. അവർ അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ഇബാദത്ത് അനുസരിച്ചുകൊണ്ട് നിസ്കാരം ഒന്നും കറക്റ്റൊക്കെ ചെയ്ത് ഇബാദത്തുകളും പ്രബോധനമൊക്കെ നടത്തി കഴിഞ്ഞാൽ അവർക്ക് അള്ളാഹുവിന്റെ അർശിന്റെ തണൽ കിട്ടുന്ന വിശ്വസിക്കുന്നത്. അത് വയസ്സന്മാർ ചെയ്താലും കിട്ടും, പക്ഷെ യുവാക്കൾ ചെയ്യുമ്പോഴാണ് അതിന്റെ ഇത് കിട്ടുക. മാത്രമല്ല, കാരണം യുവാക്കളെ സംബന്ധിച്ചിടത്തോളം അവർ തെറ്റിപ്പോകാനുള്ള ഒരുപാട് സാധ്യതകളും മേഖലകളും ഇപ്പൊ നമ്മുടെ സമൂഹത്തിലുണ്ട്. അപ്പൊ അതിൽ നിന്ന് ഒരാൾ മാറി നിന്ന് പിടിച്ചു നിന്ന് ഹക്കിൽ അല്ലെങ്കിൽ ആ ഒരു മാർഗത്തിൽ ഉറച്ചു നിൽക്കുമ്പോൾ അത് ഏറ്റവും വലിയൊരു ജിഹാദാണ്. അതുകൊണ്ടാണ് ഇവിടെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സംബന്ധിച്ചിടത്തോളം ഫതൻ എന്ന് പറഞ്ഞു, ഒരു യുവാവ്. ഇപ്പൊ യുവത്വ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും, അതുകൊണ്ടാണ് അൽ മുഅ്മിനുൽ ഖവി അഹബ്ബു ഇലല്ലാഹി മിനൽ മുഅ്മിനിൽ ദഈഫ്. ഒരു ശക്തനായ മുഅ്മിനാണ് അള്ളാഹുവിന് ഇഷ്ടം ആരെക്കാളും, ഒരു ദഈഫായ മുഅ്മിനേക്കാളും. എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ദഈഫായ മുഅ്മിൻ എന്ന് പറഞ്ഞാൽ ഈമാനൊക്കെ ഉണ്ടാകും, പക്ഷെ അവന്റെ ബോഡി എന്തല്ല, ഫിറ്റല്ല. എന്ന് പറഞ്ഞാൽ ഓന്റെ ഈമാൻ അള്ളാഹ്, അതല്ല ഒരു വിഷയം. ഇസ്ലാമിന് കൂടുതൽ നന്മയും ഇസ്ലാമിന് കൂടുതൽ പ്രയോജനം കിട്ടുക ആരെ കൊണ്ടാണ്, യുവാക്കളെ കൊണ്ടാണ്. എന്ന് പറഞ്ഞാൽ കവികളായ മുഅ്മിൻ, അവന്റെ ഈമാനും ശക്താണ്. വെറും മസിൽ മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല, ഈമാൻ എന്ത് ചെയ്യണം, ഉണ്ടാകും. അതുകൊണ്ടാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു രണ്ടും ഉണ്ടായിരുന്നു, ഈമാനും ഉണ്ട് ശരീരം. അതുകൊണ്ട് ഇബ്ലീസ് റസൂൽ പറഞ്ഞില്ലേ, ഉമർ റളിയല്ലാഹു അൻഹു ഒരു വഴിയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ശൈത്താൻ വേറെ വഴി കൂടെ പോകുന്ന പറഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹു അഭിമുഖീകരിക്കാൻ പോലും ശൈത്താന് പേടിയായിരിക്കും. അതൊരു മുഅ്മിൻ കവിയാണെങ്കിൽ ഉണ്ടാവും, അവന്റെ ഈമാനും ശക്താണ്, അവന്റെ ശരീരവും ശക്തമായിരിക്കും. അതുകൊണ്ട് തന്നെ യുവത്വ കാലഘട്ടം എന്ന് പറഞ്ഞാൽ അത് ഇന്നിപ്പോ ചില ആൾക്കാർ
ധരിച്ചു വെച്ച പോലെ കുറെ അടിച്ചു പൊളിച്ച് കുറെ അങ്ങോട്ട് വണ്ടി കുറെ അങ്ങോട്ട് വണ്ടി. ഇന്നിപ്പോ 31-ാം തീയതി അല്ലേ? നീ നോക്കട്ടിട്ടോ. ഒരു 11:30 മണിയായി കാണാം ഇതിൽ കൂടെ അങ്ങനെ 40 ഉറുപ്പ്യക്ക് പെട്രോൾ അടിച്ച് 120 സ്പീഡിൽ പോകണാണ്. 50 ഉറുപ്പ്യക്ക് പെട്രോൾ അടിച്ചാൽ പൈസ ഉണ്ടാവില്ല, പക്ഷെ എൻ്റെ പോക്ക് 120-ലേക്കാണ്. എന്നിട്ട് ഏതായാലും ലോറിൻ്റെ അടിക്കോ വല്ല ബസ്സിൻ്റെ അടിക്കോ ഒന്നും ചരിഞ്ഞ ചമ്മന്തി മാത്രമുള്ള മാന്തിരിക്കേണ്ടി വരാം. നമ്മളെ ഇനിയിപ്പോൾ നോക്കണ്ടി ഒരു 11:30 മണിയായ റൂട്ടിൽ പീറിട്ട് ഇങ്ങനെ പോകണമാണ്. അതാണ് ഇപ്പം നമ്മളെ കാലത്തെ അല്ലെങ്കിൽ നമ്മുടെ യുവാക്കൾ. ഇപ്പം ഇതിവിടെ നല്ല ലോകത്തെല്ലോടത്തുള്ള അവസ്ഥ തന്നെയാണ്. പറമ്പ് നാട്ടിലാണെങ്കിലും അങ്ങനെയുണ്ട്, നമ്മുടെ നാട്ടിലാണെങ്കിൽ അങ്ങനെയുണ്ട്. അപ്പം എന്താ വെച്ചാൽ ജീവിതത്തിൻ്റെ ഒരു ലക്ഷ്യം എന്താണെന്ന് അറിയില്ല. കുറേ ഒച്ചയും വിളി ഉണ്ടാക്കണം, പിന്നെ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും പായണം. ഇതല്ലാതെ ദീനിന് വേണ്ടി ചെയ്യുന്ന ആളുകൾ ഇല്ല. ഉണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ ബർക്കത്ത് അവർക്കുണ്ടോ. അള്ളാഹു തൗഫീഖ് മാറട്ടെ. ഇബ്രാഹിം. അതുകൊണ്ട് ഇബ്രാഹിം നബിനെ അവർ വിശേഷിപ്പിച്ചു. ഇവിടെ ഒരു ചെറുപ്പക്കാരൻ്റെ ഇബ്രാഹിം എന്നാണ് മൂപ്പര് പേര്. മൂപ്പര് ഈ വിഗ്രഹത്തെ സംബന്ധിച്ചൊക്കെ ഇങ്ങനെ പറയുന്നത് പിന്നെ ഞങ്ങൾ കേട്ടിരുന്നു എന്ന് ആ ഇബ്രാഹിം നബിയുടെ സംസാരം കേട്ട ആളുകൾ ഇവരോട് വന്ന് പറഞ്ഞു. അപ്പൊ ഇവരെല്ലാവരും ഇവിടെ സാക്ഷിയാണ്. അപ്പോ ഖാലു അവർ പറഞ്ഞു ഫഅ്തൂബി, അങ്ങനെ ഇരുന്ന് അവനെ കൊണ്ടുവരി. ഫഅ്തൂബിഹി എന്ന് പറഞ്ഞാൽ അവനെ കൊണ്ടുവരൂ. അലാ അഅ്യുനിന്നാസ്, ജനങ്ങളുടെ കൺമുന്നിൽ കൊണ്ടുവരൂ എന്ന് പറഞ്ഞാൽ എല്ലാവരും കാണട്ടെ, വിചാരണ ചെയ്യാൻ പോണ്. ഇത് പറയുന്നത് നമ്രൂദ് അടക്കമുള്ള ആളുകൾ. നമ്രൂദിന്റെ തഫ്സീറിൽ കാണുന്ന നമ്രൂദിന്റെ അടുത്തേക്ക് എന്ത് വിഷയത്തി. കാരണം എന്താ വെച്ചാൽ ഒരു നാട്ടിന്റെ പോലെ വിഗ്രഹങ്ങൾ മുഴുവൻ തകർത്ത് തെരുപ്പണായി കിടക്കുകയാണ്. ഓലാകെ പടച്ചവന്മാരൊക്കെ മരിച്ചെടുക്കുകയാണ് എന്ന് പറഞ്ഞാൽ അപ്പൊ ആകെ പ്രതിസന്ധിയാണല്ലോ. പടച്ചവന്മാരൊക്കെ ജീവൻ പോയി കിടക്കരുത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്രൂദിന്റെ അടുത്തേക്ക് വിഷയത്തി. നമ്രൂദ് എന്ത് പറഞ്ഞു? അവനെ വിടാൻ പാടില്ല. അപ്പൊ ഫഅ്തൂബിഹി അലാ അയ്യുനിന്നാസ്, ജനങ്ങളുടെ കൺമുന്നിലേക്ക് അവനെ കൊണ്ടുവരൂ. ലഅല്ലഹും യശ്ഹദൂൻ, അവർ എല്ലാവരും അയാളെ കാണട്ടെ, അവനെ കാണട്ടെ. അപ്പോൾ പരസ്യ വിചാരണയാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഇത് പണ്ട് കാലം മുതൽക്കേ ഉള്ളതാണ്. എന്നാൽ അതുപോലെ ഓരോ പിന്നെ ഗോത്രങ്ങളാണെങ്കിലും അതുപോലത്തെ മറ്റൊക്കെ ആണെങ്കിലും ആ ഗോത്രത്തിൽ എല്ലാവരുടെയും മുമ്പിൽ വിചാരണ നടത്തുക. അത് ഇസ്ലാമിലുണ്ട് കേട്ടോ. ഇസ്ലാമിൽ വിചാരണ പരസ്യമായിട്ടില്ല, പക്ഷെ ശിക്ഷ പരസ്യമാണ് ഇസ്ലാമിൽ. ഇസ്ലാമിൽ വിചാരണ പരസ്യമായിക്കൊള്ളുന്നില്ല, വിചാരണ പരസ്യമായിട്ട് നടത്തും, പക്ഷെ ശിക്ഷ കൊടുക്കുമ്പോൾ പരസ്യം. അദാബഹുമ ത്വായിഫത്തുൻ മിനൽ മുഅ്മിനീൻ. വ്യഭിചാരിയായ പുരുഷരാണെങ്കിലും സ്ത്രീ ആണെങ്കിലും അവർ പിന്നെ വ്യഭിചാരത്തിന് ശിക്ഷ കൊടുക്കേണ്ടെങ്കിലാണ് ആൾക്കാരെ മുമ്പെന്നാണ്. കൊലപാതകത്തിനാണെങ്കിലും രഹസ്യമായിട്ടല്ല കൊടുക്കേണ്ടത്, പരസ്യമായിട്ട് കൊടുക്കേണ്ടത്. ഈ പരസ്യമായിട്ട് കൊടുക്കുന്നത് എന്തിനാ? മറ്റുള്ളവർക്കൊരു ഗുണപാഠാകാനാണ്. മറ്റേന്ന് വെച്ചാൽ ആരും അറിയാതെ നിന്നാൽ അങ്ങനത്തെ ശിക്ഷ അവിടെ നടത്തുന്നതിന് ആർക്കും അറിയില്ല. അതുകൊണ്ടാണ് ചില ഈ സൗദിയിലും മറ്റൊക്കെ എന്താ വെച്ചാൽ ചില വലിയ പ്രമാദമായ ക്രിമിനൽ കേസുകൾക്കൊക്കെ ഒരു എക്സ്പ്രസ് ഹൈവേയിൽ വണ്ടി ബ്ലോക്ക് ആക്കിയിട്ട് തൂക്കിക്കൊല്ലാൻ കേസൊക്കെയാണെങ്കിൽ ഹൈവേയിലാണ് തൂക്കി. എൻ്റെ വീഡിയോ ഒക്കെ കാണാം. വലിയ തിരക്കുള്ള എക്സ്പ്രസ് ഹൈവേയിൽ 8-10 വരെ ഇതുള്ള എക്സ്പ്രസ് ഹൈവേയിൽ റോഡ് ബ്ലോക്ക് ആക്കിയിട്ട് ആയിരക്കണക്കിന് വണ്ടികളുണ്ടാവും. ഇങ്ങോട്ട് മറ്റേ ഇതുണ്ടല്ലോ, കാലുണ്ടല്ലോ, ആ സിഗ്നൽ പോസിബിലിറ്റിയാണ് ചിലപ്പോൾ തൂക്കുക. ബംഗാളികൾ അങ്ങനെ തൂക്കുന്ന വീഡിയോ ഉണ്ട്. അത് അവിടുത്തെ ഒരു പിന്നെ പെൺകുട്ടിയെ റേപ്പ് ചെയ്തതിൻ്റെ ബംഗാളികൾ 5-6 ഒറ്റയ്ക്ക് തൂക്കുന്നുണ്ട്, ഒറ്റടിക്ക്. നമ്മുടെ വലിയ എക്സ്പ്രസ് ഹൈവേ ആയിരക്കണക്കിന് വാഹനങ്ങളും 10,000-കണക്കിന് മനുഷ്യന്മാരും കണ്ടിക്കണം. അതെന്തിനാ വെച്ചാൽ അതൊരു ഗുണപാഠാണ്. അതുകൊണ്ടാണ് വ്യഭിചാരത്തിന് ശിക്ഷ കൊടുക്കുമ്പോൾ പ്രത്യേകം പറഞ്ഞ ഫലശ്ശത് അദാബുമ ത്വായിഫത്തുൻ മിനൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളിൽപ്പെട്ട ചില ആൾക്കാർ എന്ത് ചെയ്യുക, ശിക്ഷ കാണണം. എന്തിനാ വെച്ചാൽ ഐബറത്താണ്, ഇനി മേലാൽ ചെയ്യാൻ പാടില്ല എന്നുള്ളതിനാണ്. അതേ സമയത്ത് പിന്നെ വിചാരണ രഹസ്യമായിട്ട് ഇവിടെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അവരെന്ത് ചെയ്യാണ്, പരസ്യമായി വിചാരണ ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. അങ്ങനെ പിന്നെ അവർ കൊണ്ടുവന്നു. ഫഖാല ഫഅ്തു ബിഹി അലാ അയ്യുനിൻ നാസ് ലഅല്ലഹും യശ്ഹദൂൻ. ഖാലു, എന്നിട്ട് ഇബ്രാഹിം നബിനെ അവർ പിടിച്ചുകൊണ്ടുവന്നു. അപ്പൊ അൻത ഫഅൽത ഹാദാ ബിആലിഹത്തിനാ യാ ഇബ്രാഹിം. ഇബ്രാഹിം നബിയോട് ചോദിക്കാൻ, നമ്രൂദാണ് ചോദിക്കുന്നത്, ചില തഫ്സീറുണ്ട്, എല്ലാവരും കൂടി ചോദിക്കുന്നുണ്ട്. അവര് പറഞ്ഞു, പിന്നെ എന്താ ചോദിച്ചത്? അൻത ഫഅൽത ഹാദാ ബിആലിഹത്തിനാ യാ ഇബ്രാഹിം. അല്ല ഇബ്രാഹിം, അൻത ഫഅൽത ഹാദാ, നീയാണോ ഇതിനെ
ഈ ഞങ്ങളുടെ വിഗ്രഹങ്ങളെ ഈ രൂപത്തിൽ ചെയ്തത്, പ്രവർത്തിച്ചത് എന്ന് അവർ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് ചോദിക്കാൻ. അതായത് പിന്നെ അവർക്കറിയാം ഏകദേശം ഇബ്രാഹിം നബിന്റെ ഇക്കാരെന്നുള്ളത്. പക്ഷെ എന്നാലും ഒരു ചോദ്യം ചെയ്യൽ വേണമല്ലോ, ആ തെളിവ് വേണമല്ലോ. അപ്പൊ അന്ത ഫഅൽത ഹാദാ ബിആലിഹത്തിനാ യാ ഇബ്രാഹിം. അപ്പൊ ഇബ്രാഹിം നബി എന്താ പറഞ്ഞ? ഖാല ബൽ ഫഅലഹു കബീറുഹും ഐ ഞാനല്ല, ഫഅലഹു കബീറുഹും. എന്താ ഈ ചങ്ങായി കണ്ടില്ലേ ഒത്തിരി ഇങ്ങനെ കോടതി നോക്കിക്കുന്നു, ഓനാണ് ചെയ്തത്, ഞാനെങ്ങനെ ചെയ്യുന്നു? ഹാദാ കബീറുഹും ഹാദാ ഫസ്അലൂഹും ഇൻ കാനൂ യൻതിഖൂൻ. ഇതാ ഓരോട് ചോദിച്ചു നോക്കി, ഇൻ കാനൂ യൻതിഖൂൻ. ഇവരിങ്ങനെ ഉണ്ടാക്കുന്നുണ്ടല്ലോ, അവന് സംസാരിക്കാൻ പറയും. ഓൻ മുണ്ടുന്ന ആളാണെങ്കിൽ ഓൻ മുണ്ടട്ടെ, ഞാൻ ഇബ്രാഹിം നബി ചോദിക്കണം. ഓൻ മുണ്ടുന്ന ആളാണെങ്കിൽ ഇൻ കാനൂ യൻതിഖൂൻ എന്ന് പറഞ്ഞാൽ ഇവര് വല്ല നിത്തൊക്കെ സംസാരിക്കുന്ന ആളാണെങ്കിൽ അവൻ സംസാരിക്കട്ടെ. അവന്റെ കൗത്തിലിങ്ങനെ കോടാലിട്ട് നിൽക്കുന്നുണ്ടല്ലോ, ഞാനല്ല അവനാണ്. ഈ ഹദീസിൽ കാണാം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം 3 സന്ദർഭത്തിലാണ് ഇതിപ്പോ ഒരു ഒറ്റ നോട്ടത്തിൽ നോക്കുകയാണെങ്കിൽ ഇതിന് തൗരിയ എന്ന് പറയാം, ഇത് കളവല്ല. ശരിക്കും ഇബ്രാഹിം നബി അല്ലേ ചെയ്തത്. പക്ഷെ ഇബ്രാഹിം നബി പറഞ്ഞെന്താ? ഞാനാ ചെയ്ത് പറഞ്ഞില്ലല്ലോ. പിന്നെ പറഞ്ഞെന്താ? ബൽ ഫഅലഹു കബീറുഹു എന്ന് പറഞ്ഞു. അപ്പൊ ഹദീസിൽ കാണാം, ബുഖാരി ഉദ്ധരിച്ച ഹദീസിൽ കാണാം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം സന്ദർഭത്തിൽ ഇങ്ങനത്തെ 3 സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതായത് ജീവൻ രക്ഷിക്കാൻ വേണ്ടി പറയുന്ന ചില സന്ദർഭങ്ങൾ. തൗരിയ എന്ന് പറയാം, അതിന് കളവ് എന്നല്ല പറയാം. എന്താ പറയാ? തൗരിയത്ത് എന്ന് പറയും. അതായത് തൗരിയ താന്ന് പറയും. അതായത് നമ്മളൊരു ഹിക്മത്ത് പ്രയോഗിക്കാറില്ല. അതിന് പിന്നെ ഒരു സന്ദർഭത്താണ്, ഇത് ഖുറാൻ്റെ ഉള്ളതാണ്. രണ്ടാമത്തെ സന്ദർഭം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒന്ന് പറഞ്ഞല്ലോ, ഇന്നി സഖീ എന്ന് പറഞ്ഞില്ലേ, എനിക്ക് കാല് മുട്ട് വേദനയുണ്ടെന്ന് പറഞ്ഞില്ലേ. അത് യഥാർത്ഥത്തിൽ അവിടെ കാല് മുട്ട് വേദനയായിട്ട് പറഞ്ഞല്ല. പിന്നെന്താ വെച്ചാല് ആ ആഘോഷത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ വേണ്ടി ഇബ്രാഹിം നബി പറഞ്ഞൊരു തൗരിയത്താണ്. മൂന്നാമത്തെ ഒരു സന്ദർഭം എന്താ വെച്ചാൽ, ഇത് രണ്ടും ഖുറാനിലുള്ള കേട്ടോ, തെണ്ണ് ഖുറാനിലുള്ള. മൂന്നാമത്തെ സന്ദർഭം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ ഭാര്യ സാറയുമായി ഒരു യാത്ര പോകാൻ, തൻ്റെ ഭാര്യ സാറയുമായി യാത്ര പോകാൻ. സാറ അതീവ സുന്ദരിയായ സ്ത്രീയാണ്. അങ്ങനൊരു പിന്നെ നാട്ടിലൂടെ യാത്ര പോകുമ്പോൾ അപരിചിതരായ ഇബ്രാഹിം നബിയെയും ഭാര്യയെയും ആര് പിടിച്ചു? ഈ രാജാവിന്റെ പട്ടാളക്കാര് പിടിച്ച് രാജാവിന്റെ മുമ്പിൽ ഹാജരാക്കി. അപ്പോ ഹാജരാക്കിയപ്പോ ഈ പിന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയും ഭാര്യയും ബന്ധനസ്ഥനാക്കി. അല്ലെങ്കിൽ ഈ നാട്ടുകാരെല്ലാം അപരിചിതരാണ്. ഈ നാട്ടിലൂടെ കടന്നു പോകുമ്പോൾ രാജാവ് ഒരു അക്രമിയായ രാജാവായിരുന്നു. അപ്പൊ ഈ രാജാവിനെ സംബന്ധിച്ചിടത്തോളം ഈ സാറയുടെ സൗന്ദര്യത്തിൽ ഈ രാജാവ് ആകർഷയാവുകയും സാറയെ വിവാഹം കഴിക്കാൻ അവർ ആഗ്രഹിക്കുകയും ചെയ്തു. അപ്പൊ ഈ വിവരം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് കിട്ടിയപ്പോൾ ഇബ്രാഹിം നബി പറഞ്ഞു, ഞാൻ നിന്റെ ആരാണ് എന്ന് എന്നോട് ചോദിക്കും. അപ്പൊ ഞാൻ ഭർത്താവെന്ന് പറയില്ല. എന്താ പറയാ? ഇതെന്റെ സഹോദരിയാണെന്ന് പറയാം. കാരണം ഭർത്താവാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഭർത്താവ് ജീവിച്ചിരിക്കുന്ന കല്യാണം കഴിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ എന്ത് ചെയ്യും? ഇബ്രാഹിം നബിനെ കൊല്ലും. അപ്പൊ സഹോദരിയാണെങ്കിൽ എന്ത് ചെയ്യാ? കല്യാണം കഴിക്കുന്ന പ്രശ്നമില്ലല്ലോ. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? ഇത് എൻ്റെ സഹോദരിയാണെന്ന് പറയും, ഭർത്താവാന്ന് പറയില്ല. അപ്പൊ സഹോദരി എന്ന് ഏതർത്ഥത്തിൽ സഹോദരിയാണ്? ഇന്നമൽ മുഅ്മിനൂന ഇഖ്വത്തല്ലേ. അപ്പൊ അതിനാണ് തൗരിയ എന്നറിയാം. അത് കളവല്ല. എന്നാൽ ഇപ്പൊ നമ്മൾ സാധാരണ ഈ കോളേജിലൊക്കെ പറയില്ല, എന്താ പറയാ, എന്റെ വല്യമ്മ മരിച്ചറിയും. വല്യമ്മ മരിച്ചിട്ടുണ്ടാവും, പക്ഷെ രണ്ടെല്ലാം ഒന്ന് മരിച്ചിട്ടുണ്ടാവും. അത് കളവല്ലല്ലോ, വല്യമ്മ മരിച്ചതല്ല കളവല്ലല്ലോ. പക്ഷെ ആ ഒരു സന്ദർഭം നോക്കുകയാണെങ്കിൽ അതല്ല അവിടെ ഉദ്ദേശം. വല്യമ്മ മരിച്ചെന്ന്, പക്ഷെ വല്യമ്മ എന്ന് മരിച്ചത് വല്യമ്മ രണ്ടെല്ലാം മരിച്ചിട്ടുണ്ടാവും. മനസ്സിലായല്ലേ? അത് നമ്മൾ പ്രത്യേകം ചോദിക്കണ്ടേ എന്നാ മരിച്ചെന്ന്. കുട്ടികൾക്ക് വലിയ മരിച്ചൊക്കെ പറയുമ്പോഴേ, കാരണം നമ്മളെക്കാട്ട് വലിയ വളന്മാരല്ലോ നമ്മളെ കുട്ടികളെ. അപ്പൊ ഇത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞ സാറിനോട് പറഞ്ഞത്,
ഞാൻ നിന്റെ സഹോദരനാണെന്ന് പറയും. അങ്ങനെ ഈ മനുഷ്യൻ ഹദീസിൽ കാണാൻ ഈ സാറയുടെ അടുത്തേക്ക് ചെന്നു. പക്ഷെ അള്ളാഹുവിന്റെ സഹായം നോക്കണം, ഈ മനുഷ്യനെ ഭയപ്പെടുത്തുന്ന ഒരു രൂപം ഈ മനുഷ്യനടുത്തേക്ക് ചെന്നു എന്നാണ്. ഈ അക്രമിയായ രാജാവിന്റെ അടുത്തേക്ക് സാറയെ അടുത്തേക്ക് സാറയുടെ അടുത്തേക്ക് മനുഷ്യൻ ചെന്നപ്പോൾ, ഇബ്രാഹിം നബിയെ ബന്ധിച്ചിരിക്കാൻ സാറയുടെ അടുത്തേക്ക് ചെന്നപ്പോൾ ഇയാളെ പേടിപ്പെടുത്തുന്ന രൂപം ഈ മനുഷ്യന്റെ അടുത്തേക്ക് ചെന്നു. അയാൾ ആദ്യം പിന്മാറി. പിന്നീടും ഇവിടെ ചെന്നപ്പോൾ അതിനേക്കാൾ ശക്തമായ രീതിയിൽ ചെന്നു. അങ്ങനെ 3 പ്രാവശ്യം ഈ സംഭവം ഉണ്ടായപ്പോൾ രാജാവ് എന്ത് ചെയ്ത് പേടിച്ചുപോയി. രാജാവ് പേടിക്കുകയും ഇത് ഏതോ ഒരു ശൈത്താനാണ് നിങ്ങൾ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്, ഇത് മനസ്സിലായി, അതുകൊണ്ട് വേഗം പറഞ്ഞേക്ക്, രണ്ടാളും വേഗം പറഞ്ഞേക്കെന്ന് പറഞ്ഞ് അവരെ പറഞ്ഞയച്ചു എന്ന് ഹദീസിൽ ബുഖാരി ധരിച്ച ഹദീസാണ്. ഈ 3 സന്ദർഭത്തിലാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തൗരിയ ഹദീസിൽ കാണാം. തൗരിയ അപ്പൊ ഒന്ന് ഇതാണ്, ബൽ ഫഅലഹു കബീറുഹും എന്ന് പറഞ്ഞത് ആരെ പ്രവർത്തിച്ചാള്? വലിയ ആള്. അപ്പൊ ഇവിടെ വലിയ ആള് എന്ന് പറയുമ്പം യഥാർത്ഥത്തിൽ അവർ ഉദ്ദേശിക്കുന്ന ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം മനസ്സുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ അതിൽ വലിയ ആൾ ആരെന്നെ? ഇബ്രാഹിം നബിനെയാണല്ലോ. അവിടുത്തെ വലിയ ആളാരാ? അവിടുത്തെ വലിയ ആളാരാ? ഇബ്രാഹിം നബി അല്ലേ? നബിയാ. പക്ഷെ ആ വാക്കുകൊണ്ട് അവത് കളവല്ല. അത് വലിയ ആളാണ്. ആ വലിയ ആൾക്കാരും ചെയ്തെന്ന് പറഞ്ഞാൽ വലിയ ആളാരാണ്? മുബറിനെ. പക്ഷെ ഓരോ വാക്ക് കേട്ട എന്താ മനസ്സിലാക്കുക? ഞാനത്തെ പറഞ്ഞത് ആ വലിയ അവിടേക്കാണ് പോവുക. മനസ്സിലായേ? ഇതെന്റെ സഹോദരി എന്ന് പറയുമ്പോൾ ഓരെന്താ മനസ്സിലാക്കുക? നേർക്കുനേരെ സഹോദരിയാന്നാ. പക്ഷെ ഇത് നേർക്കുനേരെ സഹോദരിയല്ല. മനസ്സിലായേ? അതുപോലെ ഇനി സഖി എന്ന് പറയുമ്പോൾ എനിക്ക് രോഗമുണ്ട് എന്ന് പറയുമ്പോൾ ഓരെന്താ മനസ്സിലാക്കുക? കാലിനെന്തോ രോഗമുണ്ട്. പക്ഷെ അവിടെ എനിക്ക് അങ്ങോട്ട് പോരാൻ പറ്റാത്ത വിശ്വാസപരമായ ചില പ്രശ്നങ്ങളുണ്ട് എന്നാണ് ഇത് ഇസ്ലാമിൽ അനുവദിക്കപ്പെട്ട. ഇത് കളവല്ല കേട്ടോ, തീർച്ചയായിട്ടും ഇത് എപ്പോഴും പറയുന്നില്ല. പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഇങ്ങനെയുള്ള, അതായത് ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ഇങ്ങനെയുള്ള തൗരികൾ പറയാം. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യുദ്ധത്തിന് പോകുമ്പോൾ അല്ലെങ്കിൽ യുദ്ധത്തിന് പ്ലാൻ ചെയ്യുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പ്രയോഗിക്കാറുണ്ട്. ഇപ്പൊ നമുക്ക് കേക്കോട്ടാണ് പോകേണ്ടത്. ഇപ്പൊ നാളെ ഇന്നിപ്പോ റസൂൽ പറഞ്ഞ നാളെ യുദ്ധത്തിന് പോകണം, നമുക്ക് കേക്കോട്ടാ പോകേണ്ടത്. സഹാബത്തിനോട് പറയും നാളെ കേക്കോട്ടാ പോകണ്ടാറ്. ശരിക്ക് കേക്കോട്ടാവലെ പോകേണ്ടിയില്ല, ചിലപ്പോൾ തൊക്കോട്ടേക്കാറ്. പക്ഷെ വിശ്വാസം കേക്കോട്ട് എന്നാ പറയാം. എന്തിനറിയോ? ഈ നബിന്റെ സദസ്സിൽ ആരുണ്ടാവും? ചാരന്മാരുണ്ടാവും. ഒരു വിവരം കൊടുക്കാതെ നബി കൂടെ വരുന്നുണ്ട്, അവിടെ കാത്തുനിന്ന്. പിന്നെ പോകുന്ന സന്ദർഭത്തിൽ നബി പറഞ്ഞ് നമുക്ക് അങ്ങോട്ടല്ല, അങ്ങോട്ട് പോകേണ്ടിയാണ്. അപ്പോഴാണ് അത് പുറത്തു വിടുള്ളൂ. അതെന്താ വെച്ചാൽ അതൊക്കെ ഒരു യുദ്ധതന്ത്രമാണ്. മനസ്സിലായേ? അല്ലാതെ ഒരു യുദ്ധം ജയിക്കുന്ന ഒരു ഇഖ്ലാസോടുകൂടി യുദ്ധം ചെയ്താൽ ജയിക്കുന്നില്ല. അതാണ് വിശ്വാസം പറഞ്ഞിട്ടുണ്ട്. യുദ്ധം എന്ന് പറഞ്ഞാൽ ഒരു തരം ചതിയാണ് യുദ്ധം എന്ന് പറഞ്ഞാൽ. മനസ്സിലായേ? ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കി. ഇപ്പൊ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു ശരിക്കും മുസ്ലിങ്ങളെ അവിടെ ഒരു ബാക്ക് കൂടെ ഒന്ന് ആക്രമിച്ചേക്കാണല്ലോ. അതായത് യുദ്ധത്തിൽ പൂർണ്ണമായി സത്യസന്ധത കൈവിടണം എന്നല്ല, പലപ്പോഴും എന്താ വെച്ചാൽ നമ്മൾ പൂർണ്ണമായി ഇഖ്ലാസോട് കയ്യും കെട്ടി യുദ്ധം ചെയ്താൽ ചിലപ്പോൾ തല പോകും. ചില തന്ത്രങ്ങൾ പയറ്റേണ്ടി യുദ്ധം എന്ന് പറഞ്ഞാൽ തന്ത്രമാണല്ലോ. അതുപോലെ ജീവൻ അപകടത്തിൽ പെടുമ്പോൾ ചിലപ്പോൾ ചില കുതന്ത്രങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? പയറ്റേണ്ടി വരും. അതിനാണ് എന്ത് പറയാ? തൗരിയ എന്ന് പറയാം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇവിടെ പറഞ്ഞു വെച്ചാൽ ബൽ ഫഅലഹു കബീറുഹു എന്ന് പറയുമ്പോൾ വെച്ചാൽ അവരിൽ വലിയവൻ എന്ന് പറഞ്ഞാൽ ശരിക്കും ഇബ്രാഹിം നബി തന്നെയാണ് അവിടെ വലിയ ആള്. മനസ്സിലായില്ലേ? അപ്പൊ അത് നിനക്കൊക്കെ കളവല്ല. പക്ഷെ എന്നാൽ അവർ ഉദ്ദേശിക്കാരാണ്? വലിയ ബിംബന്നായിരിക്കും. അപ്പൊ അതിന് തൗരിയ എന്ന് പറയാം. ബൽ ഫഅലഹു കബീറുഹും ഹാദാ ഫസ്അലൂഹും ഇൻ കാനൂ യൻതിഖൂൻ. ചോദിച്ചു നോക്കി, നിങ്ങളോട് സംസാരിക്കുന്നുണ്ടെങ്കിൽ ചോദിച്ചു നോക്കും പറഞ്ഞു. അപ്പോ ഫറജഉ ഇലാ അൻഫുസിഹിം. അപ്പോൾ ഓൽക്കറിയാലപ്പത് മുമ്പൊന്നും ചെയ്യൂലാന്ന്. അപ്പൊ ഫറജഉ ഇലാ അൻഫുസിഹിം, എല്ലാവരും ഇങ്ങനെ തരം താഴ്ത്തി നിന്ന അവർ സ്വന്തത്തിലേക്ക് മടങ്ങി എന്ന് പറഞ്ഞാൽ അവിടെ എന്ന് പറഞ്ഞാൽ അവർക്കൊന്നും, നമ്മൾ സാധാരണ പറഞ്ഞില്ലേ ഒരു ഉത്തരം മുട്ടി അറിഞ്ഞില്ലേ, എന്താ പറയാനുള്ളത്? അപ്പോ ഫറജഉ ഇലാ അൻഫുസിഹിം,
പിന്നെ ഫഖാലു ഇന്നക്കും അൻതുമുൽ ളാലിമൂൻ, നിങ്ങൾ മഹാ ളാലിമീങ്ങൾ തന്നെയാണ് എന്ന് പറഞ്ഞാൽ അവരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നോക്കി. ഇപ്പൊ എന്താ ചെയ്യാ? ഇബ്രാഹിം നബി മറുപടി എടുക്കണല്ലോ. ഇബ്രാഹിം നബി എന്താ വെച്ചാൽ വലിയ ഉപ്പരാണ് ചെയ്തിരിക്കുന്ന ചോദിച്ചു നോക്കിയാറ്, എന്താ മുണ്ടില്ല ചോദിച്ചു നോക്കി. അപ്പൊ ഫർജഉ അൻഫുസിഹിം ഫഖാലു ഇന്നക്കും അൻതുമുൽ ളാലിമൂൻ, അപ്പോ നിങ്ങളെല്ലാം അക്രമികളാണ് എന്നവർ പറഞ്ഞു. എന്താ ഇപ്പം ആരും ഉണ്ടാത്ത, എന്താ എല്ലാവരും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മേപ്പെട്ടൊക്കെ ഇരിക്കുന്നു. മാത്രമല്ല തുമ്മ നുക്കിസു അലാ റൂസിഹിം, നക്കസ റൂസി നിറതാണ് അത്തരം മുജ്രിമീന നാക്കിസുവിനെ റൂസി നിറു. ആ കുറ്റവാളികൾ എന്ത് ചെയ്യും? തലയും താത്തി നിന്നു. എന്താ മറുപടി അറിയാ? ഒന്നും പറയാൻ കഴിയില്ലല്ലോ. നുക്കിസു അലാ റൂസ്, ഉമ്മ നുക്കിസു അല, നക്കസ എന്ന് പറഞ്ഞാൽ മങ്കൂസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മങ്കൂസ് തലകുത്തി. മങ്കൂസ് പോലും തെറ്റില്ലേ? ആ തലകുത്തിക്കണം. നക്കസ നക്കസ ഉണ്ട് വേറെ, അത് വെച്ച് ശരിക്കും മങ്കൂസാണ് ശരിക്ക്. അത് പിന്നെ അത് മൂല്യമാർക്കൊക്കെ അത് തല കുത്തിക്കണം പോലും. ഇപ്പൊ നാരിയ സലാത്ത് പറഞ്ഞുള്ളു. നാരിയത്ത് എന്ന് പറഞ്ഞാൽ എന്താ? തീ. അപ്പൊ തീയിന്റെ സ്ഥലത്ത് നരകത്ത് പോണ സ്ഥലത്ത് നിൽക്കാരോ. അപ്പൊ അതിന് പിന്നെ ആൾക്കാർ എന്താ വെച്ചാല് അതിന് വ്യാഖ്യാനാക്കി നാറിൽ നിന്ന് രക്ഷ കിട്ടുന്ന സ്ഥലത്ത് നാക്കി. അതിന് പിന്നെ നാരിയ സ്ഥലത്ത് നാറിന്ന് രക്ഷ കിട്ടുന്ന സ്ഥലത്ത് സ്വർഗത്തിന്റെ സ്ഥലത്ത് നാക്കിയ പോരെ. സ്ഥലത്തും ജന്നാക്കിയ പോരെ, സ്ഥലത്തും നാരിയാക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ ഈ മങ്കൂസ് എന്ന് പറയുന്ന ശരിക്കും എന്താ വെച്ചാല് തല കുത്തി നിന്നു. മങ്കൂസ് എന്ന് പറഞ്ഞാൽ തല കുത്തിക്കണം ഒരു ഇതാണ്. അതുപോലെ ഈ ആൾക്കാർക്ക് ഇതിന്റെ അർത്ഥം ഒന്നും അറിയില്ലല്ലോ. ഈ ചെല്ലെന്ന് അറിയില്ല. തല കുത്തി വീണതാണ് പറഞ്ഞത്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചപ്പോ പിന്നെ എല്ലാ വിഗ്രഹങ്ങളും എന്ത് ചെയ്തു? പിന്നെ സാവ തടാകം പറ്റി വരണ്ടി വിഗ്രഹങ്ങളൊക്കെ തല കുത്തി വീടും എന്നുള്ള കഥയാണ്. ആ കഥ ഇല്ലാത്തതാണ്, അത് പ്രാവശ്യം. എന്നുവെച്ചാൽ മൊത്തത്തിൽ ഈ അതാണ് നക്കസ നാക്കിസൂർ ഊസി എന്ന് പറഞ്ഞാൽ അവർ തല ഇങ്ങനെ താഴ്ത്തി നിന്നു. ഇപ്പൊ എന്താ ചെയ്യാ? പടച്ചന്മാരാണ് അവിടെ ഷഹീദായി കിടക്കാണ്. ഇബ്രാഹിം നബി ആണെങ്കിൽ ചോദ്യം ചോദിച്ചിരിക്കുകയാണ്. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഫുമ്മ നുക്കിസു അലാ റൂസിഹിം, അവർ അവരുടെ രഹസ്യങ്ങളൊക്കെ ഇങ്ങനെ തല കുത്തി നിന്നു. ഒന്നും ഉണ്ടാതെ തല താത്തി നിന്നു. ലഖദ് അലിംത, എന്നിട്ട് അവർ പറഞ്ഞു ലഖദ് അലിംത മാ ഹൗലായി യന്തിഖൂൻ, അല്ല ഇബ്രാഹിം എനിക്കറിയില്ലേ, മാ ഹൗലായി യന്തിഖൂൻ, ഇവരൊന്നും സംസാരിക്കൂലെന്ന് എനിക്കറിയില്ലേ. അവർക്ക് ബോധം വന്നു. ലഖദ് അലിംത, നീ അറിയുമല്ലോ, താങ്കൾക്ക് അറിയുമല്ലോ. എന്തറിയും? മാ ഹൗലായി യന്തിഖൂൻ, പിച്ചു പറഞ്ഞ് ചോദിച്ചു നോക്കിയെന്നാണല്ലോ. അപ്പൊ മാ ഹൗലായി യന്തിഖൂൻ, ഈ ആളുകൾ സംസാരിക്കുകയില്ല എന്ന് നിനക്ക് അറിയുകയില്ലേ? അപ്പൊ നിങ്ങൾ ആലോചിക്കും, ഇബ്രാഹിം നബി പറഞ്ഞ ലക്ഷ്യത്തിലോടെത്തി. ഞാൻ വലിയവനും കൂടി കൊന്നണെങ്കിലോ ഈ ഒരു ക്ലൈമാക്സ് ഉണ്ടാവോ? ഇല്ല. അപ്പൊ മൂപ്പരിത് കണ്ടു നിൽക്കുകയാണ്, മക്കളൊക്കെ ഇങ്ങനെ മയ്യത്തായി കിടക്കുകയാണ്. അപ്പോ ഇബ്രാഹിം നബിന്റെ ഹിക്മത്ത് നോക്കണം. ശരിക്കും അവിടെ ഹിക്മത്താണ് ഇബ്രാഹിം പ്രയോഗിച്ച്. എല്ലാത്തും കൂടി തകർക്കൽ മാത്രമാണ് ലക്ഷ്യമെങ്കിൽ എല്ലാം തകർക്കണ്ടേ? ഒക്കെ തകർക്കണല്ലോ. പക്ഷെ ഒന്ന് വെച്ചതിന് ഉദ്ദേശം എന്താ വെച്ചാൽ ആ തകർക്കലല്ല ഇബ്രാഹിം നബിന്റെ ലക്ഷ്യം. പിന്നെന്താണ്? അതിലൂടെ കാര്യം മനസ്സിലാക്കി കൊടുക്കുക. അതാണ് ശരിക്കും ഒരു പ്രബോധകന്റെ മനസ്സെന്ന് വെച്ചാൽ. മറ്റൊരാളെ ഇരുത്തി ആക്ഷേപിക്കില്ല. ഓരോ അതിലൂടെ എന്തെങ്കിലും കാര്യങ്ങൾ മനസ്സിലാക്കട്ടെ, ചിന്തിക്കട്ടെ എന്നുള്ളതാണ് അതിനെ നസീഹത്ത് എന്നറിയാം. ശരിയല്ലേ? മറ്റെന്താ വെച്ചാൽ ആ ദേഷ്യം കൊണ്ടൊക്കെ അടിച്ച് തമർത്തി പോരില്ലല്ല. അപ്പൊ തമർത്തി പോകുന്നതിന് ചിലപ്പോൾ ഈ സീനെല്ലാം ഉണ്ടാവുക, ചോദ്യം ചെയ്യുന്നുണ്ടാവില്ല. അപ്പൊ ഈ ഒരു വല്യപ്പനെ കാണിച്ചിട്ട് ആ ചോദിച്ചു നോക്കിയെന്ന് പറയാനുള്ള ചാൻസ് അവിടെ അല്ല. അപ്പൊ അവിടെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ ഒരു സാഹചര്യം അവിടെ മുതൽ അഖദ് അലിം തമാ ഹൗലായി യന്തിഖൂൻ, ഇബ്രാഹിം നബി പറയാണ്, നിനക്കറിയാലോ ഈ ആളുകൾ ഇവർ സംസാരിക്കുകയില്ല എന്ന് ഇബ്രാഹിമെ നിനക്ക് അറിയുകയില്ലേ എന്ന് പിന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് അവർ ചോദിക്കണം. അതിന് മറുപടിയാണ് ഇൻഷാ അല്ലാഹ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ആഴ്ച വിശദീകരിക്കാം. അപ്പൊ ചുരുക്കത്തിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പിന്നെ പ്രബോധന ചരിത്രം വിശദമായിട്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കണം സൂറത്തുൽ അംബിയായിൽ. അപ്പം എന്താ വെച്ചാൽ ഓരോ പ്രവാചകന്മാർക്കും വ്യത്യസ്തമായ സാഹചര്യങ്ങളും വ്യത്യസ്തമായ എതിരാളികളെയുമാണ് എതിരടി കണ്ടിട്ടുള്ളത്. അവിടെയൊക്കെ അവർ ഹിക്മത്തോടുകൂടി നസീഹത്ത് കൈവിടാതെ ആണ് അവരൊക്കെ സംസാരിച്ചിട്ടുള്ളത്. അങ്ങനെ ഉണ്ടാവുമ്പോൾ എന്തുണ്ടാവുള്ളൂ? അതിന് ഗുണം കിട്ടുള്ളൂ, ആളുകൾ ചിന്തിക്കുള്ളൂ.
മറ്റൊന്ന് ഒക്കെ തകർത്ത് തെരിപ്പണാക്കണം എന്നുള്ളതാണെങ്കിൽ അപ്പോൾ അത് ആളുകൾ ചിന്തിക്കുന്നൊരവസ്ഥ ഉണ്ടാവുകയില്ല. ഇതാണ് ഈ ആയത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നിങ്ങൾ ആലോചിച്ചൊക്കെ ഒറ്റക്കാണ്, വേറൊരു മനുഷ്യൻ ഇബ്രാഹിം നബിൻ്റെ കൂടെ അല്ല. ആ നാടും ഭരണകൂടവും മൊത്തം എതിരാണ്. അപ്പം എന്തും സംഭവിക്കാമെന്നുള്ളതാണ് അവിടെ. പക്ഷേ ആ ഇബ്രാഹിം നബി തവക്കുൽ വെക്കണം. നമ്മൾ ഹക്കിലാണെങ്കിൽ എന്ത് ചെയ്യും? അള്ളാഹ് സഹായിക്കും. എന്തുകൊണ്ടാണ് തീക്കുണ്ടാരത്ത് കിട്ടുമ്പോഴും ഇബ്രാഹിം നബി എന്താ പറഞ്ഞത്? ഹസ്ബി അല്ലാഹു നിഅമൽ വക്കീൽ, പഠിച്ചോണ്ട്. അപ്പോൾ അവിടെ തീയിൻ്റെ ഉള്ളിൽ പോലും പടച്ചോന്റെ സഹായം ഉണ്ടാവും എന്നുള്ള തവക്കുലുണ്ടല്ലോ. ശരിക്കും അതാ തവക്കുൽ എന്ന് പറഞ്ഞു. അത് ഇനിയിപ്പോൾ തീക്കന്നിട്ട് എറിഞ്ഞാലും അവിടെ എനിക്ക് പടച്ചോണ്ട് എന്നുള്ള വിശ്വാസം. അപ്പം നമ്മുടെ കൗമിൻ്റെ തവക്കുൽ എന്ന് വെച്ചാൽ തവക്കുൽ തരുന്ന 50 ഉറുപ്പിൻ്റെ സ്റ്റിക്കറാണ് ഒട്ടിക്കും. അപ്പുറത്ത് സി എം മടവൂരുണ്ടാവും, സി എം മടവൂരും മുകളിലുണ്ടാവും, തവക്കുൽ തലത് നാടിയിലുണ്ടാവും. ഇതും തവക്കില്ല, മനസ്സിലായോ? അതല്ല തവക്കുൽ. അല്ലെങ്കിൽ ചരട് നൂല്, പിന്നെ 2 ഉറുപ്പിൻ്റെ നൂല് വാങ്ങിക്കാണ്ട് കെട്ടിയിട്ട് അതിമ തവക്കുലാക്കുക, അതൊന്നും തവക്കുലില്ല. അപ്പം ഈ ചെറിയ കുട്ടികളെ ഇവിടെ എന്തുണ്ടാവും? കറുത്ത നൂലുണ്ടാവും. പണ്ടൊക്കെ നമ്മളെ കറുത്ത നൂല് കാരന്മാർ കെട്ടിയെന്ന് വെച്ചാൽ തുണി എടുക്കണേ. പണ്ടൊക്കെ കുട്ടികൾ തുണിയാണല്ലോ എടുക്കുക, ആ തുണി കെട്ടാനാണ്. ഇപ്പം ആരാ തുണി എടുക്കണു? പക്ഷെ എന്തായാലും ഉണ്ടാവും കറുത്ത നൂല് ഇവിടെയും ദണ്ടാസും ഇവിടെയൊക്കെ ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ അതിനെന്തോ ഒരു പുണ്യുണ്ട്. അയിമക്ക് തവക്കുലാക്കുക. റസൂൽ പറഞ്ഞു താലൊക്കെ തെമീമത്തെ പക്കത് അശറൊക്കെ ശിർക്ക് ചെയ്തു. ആരെങ്കിലും അങ്ങനെ തെമീമത്ത് ഏലസ് കെട്ടിയാൽ അവൻ പക്കത് വക്കീലയിലേ അവനിലേക്ക് അവൻ ഏൽപ്പിച്ചു എന്നാ. അവൻ്റെ തവക്കുൽ ദിബിലാണ്. പിന്നെ മനസ്സിലല്ലേ? അത് കണ്ട ഉടൻ മുറിച്ച് കളയാൻ വേണ്ടി റസൂൽ പറഞ്ഞിട്ടുണ്ട്. ജാബിർ റളിയല്ലാഹുവിന്റെ ഹദീസിൽ കാണാം. അതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ അത് പിന്നെ റസൂലുള്ളാഹിന്റെ അടുക്കൽ 9 ആൾ ബൈഅത്ത് ചെയ്യാൻ വേണ്ടി വന്നു. 8 ആൾക്കിന് വിശ്വാസം കൈ കൊടുത്തു. ഒരാൾ കൈ കൊടുത്ത് റസൂൽ കൈ വലിച്ച്. റസൂൽ കൈ കൊടുത്തില്ല. അപ്പോൾ സഹാബത്ത് വെച്ചു, ബാക്കിയുള്ളൊക്കെ നിങ്ങൾ കൈ കൊടുത്ത് ഇയാക്കെന്താ കൈ കൊടുക്കാൻ? പിന്നെ പറഞ്ഞാൽ കയ്യിൽ ഏലസുണ്ട്, കയ്യിൽ ഏലസുണ്ട്. നമ്മൾ വേറെ ചിലക്കാരുണ്ടോ അത് നമുക്ക് കുറച്ചുണ്ട് പറയാം, നമുക്ക് പിന്നെ കുറച്ച് കഴിഞ്ഞ് ശരിയാവും കണ്ടല്ലോ. നബി പറഞ്ഞാൽ അപ്പം തന്നെ മുറിച്ച് കളഞ്ഞു. അപ്പോൾ കഴിയത്തി ചെയ്തു. അപ്പോൾ ശിർക്കിൻ്റെ ഒരു അംശം നമ്മുടെ ശരീരത്തിലും വിശ്വാസത്തിലും ഉണ്ടാകാൻ പാടില്ല. അതിൻ്റെ അംശങ്ങൾ പെട്ടാണ് ഈ ഏലസെറ്റുക, മന്ത്രിച്ചൂതി കിട്ടുക, ഇതൊക്കെ അതിൻ്റെ അന്ധവിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. ഇബ്രാഹിം നബി തവക്കുലാൻ പറഞ്ഞു. ഇബ്രാഹിം നബി ഒരു നാട് മുഴുവനും എതിരായിരുന്നിട്ട് പോലും പടച്ചോന്റെ ആ വിശ്വാസത്തിൽ അദ്ദേഹം മുന്നോട്ട് പോകുന്ന ചരിത്രമാണ്. ഇൻഷാല്ലാഹ് ബാക്കി കാര്യങ്ങൾ പിന്നീട് നമുക്ക് വിശദീകരിക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീൻ കൂടുതൽ പഠിക്കാൻ മനസ്സിലാക്കാൻ അള്ളാഹു നമുക്കെല്ലാം തൗഫീഖ് ചെയ്യുമാറാവട്ടെ. പഠിച്ചതിനനുസരിച്ച് പ്രവർത്തിക്കുവാനും ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ചുകൊണ്ട് ലോകത്തോട് വിട പറയാനും അള്ളാഹു നമുക്ക് നമ്മുടെ കുടുംബത്തിനും തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നല്ലവരെ നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ കൂട്ടുകുടുംബങ്ങൾ അള്ളാഹു അവർക്കെല്ലാം സ്വർഗം നൽകാതിരിക്കുമാറാവട്ടെ. നമ്മൾ രോഗം മൂലം കഷ്ടപ്പെടുന്ന ഒരുപാട് സഹോദരന്മാരുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ഹാരിസ് മൂലം എനിക്കറിയാം. അതിൻ്റെ രോഗം അദ്ദേഹം വീട്ടിലേക്ക് പോന്നിട്ടുണ്ട്. പക്ഷെ എന്നാലും രോഗം പൂർണ്ണമായി ശിഫയായിട്ടില്ല. നമ്മളെല്ലാവരുടെയും പ്രാർത്ഥന ആവശ്യമുണ്ട്. അദ്ദേഹം പുറമെ റെസ്റ്റിലാണ്. ഇപ്പോഴും ചില വേദനകളൊക്കെ അദ്ദേഹത്തിന് ഉണ്ട്. ഏതായിരുന്നാലും നമ്മളെല്ലാവരും ആത്മാർത്ഥം ദുആ ചെയ്യുക. പെട്ടെന്നുള്ള അസുഖങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും അപകട മരണങ്ങളിൽ നിന്നും അല്ലാഹു നമ്മെ നമ്മുടെ കുടുംബത്തെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين آمين برحمتك يا أرحم الراحمين. السلام عليكم ورحمة الله. പിന്നെ നമുക്ക് മറ്റന്നാൾ ശനിയാഴ്ച അല്ലേ? വ്യാഴാഴ്ച പിന്നെ സ്കൂളൊക്കെ ഒഴിവുള്ള ദിവസമാണ്. അതുകൊണ്ട് നമുക്ക് ഇവിടെ വെച്ചിട്ട് ചെറിയ കുട്ടി പിന്നെ ഒരു ഗേൾസ് ഗ്യാതറിങ് നടക്കുന്നുണ്ട്, പെൺകുട്ടികൾക്ക് മാത്രം. അപ്പോൾ അതിന് സമയം 9 to 12 ആണ്. 9 മണി മുതൽ ഉച്ച വരെയുള്ള സമയത്തിനെടുക്കുക. അപ്പോൾ നമ്മുടെ പരിചയത്തിലുള്ള കുട്ടികളൊക്കെ പങ്കെടുപ്പിക്കാൻ ശ്രദ്ധിക്കുക. ഇവിടെ വെച്ചിട്ടാണ്. പ്രത്യേകിച്ച് ഉമ്മമാരെ